കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പുതിയൊരാശയം പഠിക്കാം. എന്തെന്ന് പഠിക്കുന്നത്? സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നോക്കിയാലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലേ? അങ്ങനെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? അതെന്തുകൊണ്ടാണ് സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ അതിന് കാര്യം എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണല്ലോ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ എല്ലാം നടത്തുന്നത്, തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്വാഭാവികമായിട്ടും ജനാധിപത്യം ഏറ്റവും ഫലപ്രദമാകണമെങ്കിൽ എന്ത് വേണം? തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം അല്ലേ? അപ്പോൾ അത്തരത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ എന്ത് വേണം? സ്വതന്ത്രമായിട്ടുള്ള മറ്റൊന്നിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരിക്കണം ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്ര അംഗങ്ങളാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 പേരാണ് മൊത്തം അടങ്ങുന്നത്. അപ്പം 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ഏത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരൊക്കെയാണ്? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാവും. അദ്ദേഹമായിരിക്കും എന്ത്? പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒപ്പം 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്ത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഇവരെ ആരാ നിയമിക്കുന്നത്? ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കും. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഈ രാജ്യം മൊത്തം തെരഞ്ഞെടുപ്പ് നടത്തണ്ടേ? അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 3 പേരടങ്ങുന്ന ഒരു സമിതി മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെല്ലാം തെരഞ്ഞെടുപ്പ് നടത്താൻ സഹായിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഓരോ സംസ്ഥാനങ്ങളിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥരൊന്നുമില്ല. ഇലക്ഷൻ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുന്നു? അവർ തിരഞ്ഞെടുത്ത് ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായി അവർ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ രാജ്യം മൊത്തം ഇലക്ഷൻ നടക്കുന്നത് അല്ലേ? അതുപോലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്കെല്ലാം തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ? അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ 3 പേർ അടങ്ങുന്ന ഒരു സമിതിയാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റ് 2 കമ്മീഷണർമാരും ഉണ്ടാകും. ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ഉണ്ടാകും. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്കെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, അപ്പം ഇതാരുടെ ചിത്രമായി കൊടുത്തേക്കുന്നേ? നിങ്ങൾക്ക് മനസ്സിലായി ഇതാരാണെന്ന്? ഇദ്ദേഹം ആരാണ്? ആലോചിച്ച് നോക്കി, ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പം ഇദ്ദേഹമാണ് ആര്? സുകുമാർ സെൻ. ആരായിരുന്നു സുകുമാർ സെൻ? ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അപ്പോൾ ഓർക്കുക, തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 പേരുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ? ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ തന്നെ 2 കമ്മീഷണർമാരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആര്? സുകുമാർ സെൻ. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പ് നടത്തുകയാണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെയാണ് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. എന്താണ്? രാജ്യത്ത് നടക്കുന്ന, നമ്മൾ നേരത്തെ കുറേ സ്ഥാനങ്ങളിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യം പറഞ്ഞു അല്ലേ? അപ്പോൾ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കലാണ് ഒന്നാമത്തെ ചുമതല അല്ലേ? ഒന്നാമത്തെ ചുമതല. രണ്ടാമത്തെ എന്താണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ. എന്താണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതികൾ പ്രഖ്യാപിക്കൽ. ഈ രാജ്യത്തെല്ലാം കൂടെ ഒറ്റയടിക്കാണോ നടത്തുന്നത്? അല്ല, പല ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നടത്തുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാം തീയതികൾ തീരുമാനിക്കൽ. പിന്നെന്താണ്? പിന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉള്ള ചിഹ്നം അനുവദിക്കുന്നില്ലേ? അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ. പിന്നെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും നൽകൽ. വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. ഇത് ഇത്രയുമാണ് എന്ത്? നമ്മുടെ രാജ്യത്തുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. എല്ലാം ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ?